ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റിൽ ബോയ് ആദി. ഞങ്ങൾ ഇന്ന് ലീവ് ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും ഒന്ന് കറങ്ങാനിറങ്ങിയതാണ്. ഇപ്പോൾ സമയം 6 AM. ഇത് കോപ്പർക്കറിൻ്റെ സ്റ്റേഷനാണ്. ഞങ്ങൾ കോപ്പർക്കറിൻ്റെ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. പെട്ടെന്ന് ട്രെയിൻ വന്നു, അതുകൊണ്ട് പെട്ടെന്ന് ട്രെയിനിൽ കയറി. ആൾ തീരെ കുറവായിരുന്നു. സൺഡേ ആയതുകൊണ്ടും ലീവ് ആയതുകൊണ്ടും ആൾ തീരെ കുറവായതിനാൽ ഞങ്ങൾക്ക് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റി. വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ന്യൂഞ്ഞി ഹാഫ് ഉറങ്ങിയിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് അവൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ടില്ല. അവനറിയാം സൺഡേ അവൻ എവിടെയെങ്കിലും കൊണ്ടുപോകും കറങ്ങാനെന്ന്. അവൻ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആരെയൊക്കെയോ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. വിൻഡോ സീറ്റ് കിട്ടിയത് ഭാഗ്യം. വിൻഡോ സീറ്റ് പണ്ടേ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് പോകാൻ പറ്റും വിൻഡോ സീറ്റ് കിട്ടിയാൽ. ന്യൂഞ്ഞാണെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കുക. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കോപ്പർക്കറിനെ എത്തി. ഞങ്ങൾ കയറി ഇറങ്ങിയാണ് പോകുന്നത്. കോപ്പർക്കറിനയിൽ നിന്ന് നെരൂളിലെത്തി. നെരൂളിൽ നിന്ന് ഞങ്ങൾക്ക് ബേലാപ്പൂർ പോകണം. അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രെയിൻ എത്തി ഗൈസ്. നമ്മൾ ഇതിലാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഈ ട്രെയിനിനാണ് പോകുന്നത്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, കംപ്ലീറ്റ് നേരം വെളുത്തിട്ടില്ല. ഞങ്ങൾ ബേലാപ്പൂരിലെത്തി ഗൈസ്. നമ്മൾ ബേലാപ്പൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. നിറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഇതിനങ്ങനെ പേടിയൊന്നുമില്ല. ഇവിടുത്തെ ആളുകൾ ഇതിന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിലും ഫുഡുണ്ടെന്ന് ഓർത്ത് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറേ സൈഡിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് കുറച്ച് നടന്ന് നമ്മൾ നേരെ പോവുകയാണ്. കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇത്ര രാവിലെയല്ലേ, അതുകൊണ്ട് ഒരു മനുഷ്യക്കുഞ്ഞ് പോലും റോഡ് സൈഡിലില്ല. ഫസ്റ്റ് ടൈമാണ് മുംബൈ ഇങ്ങനെ കാണുന്നത്. ഇത്ര നേരമായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ലീവ് ആയതുകൊണ്ടും തീരെ തിരക്കില്ല. ഇത്ര രാവിലെ അല്ലേലും ആര് വരാനാ. യൂനിയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങോട്ടാണ് പോകുന്നത്. അവൻ ഇറങ്ങി നടക്കണം എന്നുണ്ട്. അവനോട് പറഞ്ഞു പാർക്കിൽ കൊണ്ട് നടത്താമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വണ്ടികളൊന്നും ഇല്ല, എന്നാലും നമ്മൾ അങ്ങനെ നടത്തുന്നത് ശരിയല്ലല്ലോ. പ്രാവുകൾ എന്തൊക്കെയോ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ നേരെ നടപ്പ് തുടർന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നടന്നിട്ട് എത്തുന്നില്ല. കണ്ടോ ഗൈസ്, ഇത് നമ്മൾ പാർക്കിലെത്തി. ഇവിടെ ആല് നിൽക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ആലൊക്കെ ഇവിടെയും ഉണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിലെ എല്ലാ ചെടികളും ഇവിടെ തന്നെയുണ്ട്. മരങ്ങൾ ഇവിടെയുള്ള എല്ലാവരും സംരക്ഷിക്കുന്നുണ്ട്. ഇതിന് വെള്ളം ഒഴിക്കും. നിറച്ച് കുറ്റി ചെടികളൊക്കെ നട്ട് വളർത്തിയിരിക്കുകയാണ്. ഫുൾ ഗ്രീനിഷാണ്. ന്യൂഞ്ഞിയാണെങ്കിൽ വഴക്കുണ്ടാക്കി ഇറങ്ങി നടക്കുന്നു. അവനാണെങ്കിൽ ഓടുന്നു. ആകെ കിട്ടുന്നൊരു സൺഡേ ആണ് അവൻ എൻജോയ് ചെയ്യുന്നത്. ബാക്കി ടൈം റൂമിലാണ്. അവനെ കൊണ്ടുപോകുന്നില്ല. സൺഡേ ഫുൾ ഡേ അവൻ പുറത്ത് ഓടിക്കളിയാണ്. ഇങ്ങനെ പാർക്കിൽ പോകണം. അതുകൊണ്ട് അവൻ സൺഡേ വരാൻ വേണ്ടി നോക്കിയിരിക്കും. ഇവിടെ മരങ്ങളെല്ലാം എല്ലാവരും സംരക്ഷിക്കുന്നുണ്ട്. മരങ്ങളിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പർ ഇട്ടേക്കുന്നത് എന്തിനാണോ എന്തോ അറിയില്ല. നമ്മളിവിടെ വന്ന് ഫസ്റ്റ് ഒത്തിരി കണ്ടത് ആൽമരം ആട്ടോ. ആൽമരം ഇവിടെ എന്തോരമാണ്. പിന്നെ യക്ഷിപ്പാലയുണ്ട്. യക്ഷിപ്പാലയാണെന്ന് തോന്നുന്നു. യക്ഷിപ്പാല നല്ല മണമൊക്കെയുള്ള യക്ഷി വരുന്ന മരമൊക്കെ ഉണ്ട് ഇവിടെ. ന്യൂഞ്ഞാണെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, കാല് വേദനിക്കും. അവൻ അതൊന്നും കേൾക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയില്ല. ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. സൺഡേ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡേ ആണല്ലോ. അതവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ തന്നെ പറഞ്ഞുകൊണ്ടാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നതെന്നറിയില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. ആളെന്തായാലും ഫുൾ ഹാപ്പിയാണ്. ഫുൾ ഗ്രീനിഷാണ്. സ്റ്റെപ്പൊക്കെ പുള്ളിക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല. എടുത്ത് കയറ്റി അപ്പുറത്തെത്തി.
കണ്ടോ ഇവിടെ ആൾക്കാർ രാവിലെ ജോഗിങ്ങിന് വരുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, ചുമ്മാ റിലാക്സ് ഇരിക്കുന്നുണ്ട്. ഫുൾ ഗ്രീനിഷാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് വെള്ളത്തിനകത്ത് നിൽക്കുന്ന മരങ്ങളും ചതുപ്പ് പ്രദേശങ്ങളാണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ സിറ്റിയാണ്. ഭയങ്കര അത്ഭുതമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നൊരു സംഭവമാണിത്. കാരണം ഒരു സൈഡ് ഫുൾ ഗ്രീനിഷ് സെറ്റപ്പും ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ബിൽഡിങ്ങും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പാർക്ക് കാണുന്നത്. ഇവിടെയാണെങ്കിൽ രാവിലെ ആളുകൾ ജോഗിങ് ചെയ്യുന്നുണ്ട്. ഫുൾ ഗ്രീനിഷാണ്. നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആകുന്നുണ്ട്. ആൾക്കാർ യോഗ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നത് നഷ്ടമായില്ല. ഇവിടെ കൊള്ളാം ഗൈസ്, ഇവിടെ സൂപ്പറാണ്. തെങ്ങുണ്ട് ഗൈസ്, വാഴയൊക്കെ നിൽക്കുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട് ഓർമ്മ വരും. പ്രത്യേകിച്ച് കശുമാവൊക്കെ കാണുമ്പോഴത്തേക്കും കറക്റ്റ് നാട് ഓർമ്മ വരും. ഏകദേശം കേരളവും മഹാരാഷ്ട്രയും ഏകദേശം സെയിം ക്ലൈമറ്റ് ആണല്ലോ. ഈ പന നിൽക്കുന്നു ഗൈസ്, പനയാണെന്ന് തോന്നുന്നു. ബട്ട് ഞങ്ങളുടെ നാട് ഇടുക്കിയെ അപേക്ഷിച്ച് ഇവിടെ ഇച്ചിരി ചൂട് കൂടുതലാണ്. ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെ തണുപ്പാണ്. ന്യൂനിയാണെങ്കിൽ നേരെ സ്ട്രെയിറ്റ് നടക്കും, തിരിച്ച് അതേപടി പുറകോട്ട് പോവും. അവൻ്റെ പുറകെ ഓടി